ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീരജ അമ്മൂസിനെ കുറിച്ചാണ്. ഞാൻ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നീരജ അമ്മൂസിൻ്റെ വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു. നീരജ അമ്മൂസിനെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു നീരജ അമ്മൂസ് വളരെ വലിയൊരു ഇഷ്യൂവിൽ ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു നീരജയൊക്കെ പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത ഒരു കമ്പനിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച്, പേരൻസിൻ്റെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് വളരെ രീതിയിൽ പറ്റിച്ചു എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ നീരജയും കൂട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് വന്നിട്ട് അതിന് ഈ ഒരു പെൺകുട്ടിക്കെതിരെയൊക്കെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സത്യമാണോ സത്യമല്ലയോ എന്നൊന്നും ആദ്യമേ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നീരജ ഇതിലുണ്ട്. ആദ്യ സമയത്ത് പ്രൊമോഷൻ നീരജ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസിലൊക്കെ നീരജയുടെ ഫേസ് ഉള്ളത് കൊണ്ട് തന്നെ നീരജയും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള സ്ഥിതിക്ക് എല്ലാവരും നീരജയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം എക്സ്പ്ലനേഷനുമായിട്ടൊക്കെ നീരജ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് താനുണ്ടെങ്കിൽ ആദ്യം ഇതേ കണക്ക് ഈ ഒരു കമ്പനിയായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മീഡിയേറ്ററായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു സമയത്തിപ്പം തനിക്കിത് ശരിയല്ല എന്ന് തോന്നിയിട്ട് താൻ ഇതെല്ലാ കാര്യങ്ങളും നിർത്തി ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നീരജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇനി ഇതുപോലെ ചെയ്യത്തില്ല, ആരും എൻ്റെ ഇതിൻ്റെ പേരും പറഞ്ഞ് വിളിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നീരജ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആൾക്കാർ ഇതിന് ശേഷവും ഈ ഒരു പെൺകുട്ടി ഇതിനകത്ത് ഭാഗമായിരുന്നു, ആൾക്കാരുടെ പണം പറ്റിയതിൽ ഈ പെൺകുട്ടിക്കും വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, എന്നിട്ടാണ് ഇതേ കണക്ക് വന്നിരുന്ന കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നീരജയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു കുട്ടിക്കെതിരെ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ് ജീവിക്കുന്നത്, ഒരുപാട് കാശ് അടിച്ചു പൊളിച്ച് കളയുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു പാവങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നീരജ പറയുന്നുണ്ട്, താൻ വിശ്വസിച്ച ഒരു ഫ്രണ്ടാണ് തനിക്ക് ഇത്രയും വലിയൊരു പണി തന്നത്, യഥാർത്ഥത്തിൽ താൻ ആരെയും ചതിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അത് തെളിവുകളോടെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നീരജയാണ് എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. കുറേയധികം പേര് നീരജയുടെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നീരജ വലിയ രീതിയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നീരജയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ വീഡിയോ ചെയ്യാനൊക്കെ തുടങ്ങി. അത് UK-ലാണെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ഉൾപ്പെടെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നത് ഒരു ഡേ കെയറിലാണ്, അവിടുത്തെ ജോലി കളയണം, ഇതുപോലെ ആൾക്കാരെയൊക്കെ പറ്റിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ജോലി കളയാൻ വേണ്ടി വരെ പല രീതിയിൽ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നീരജ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം ബുദ്ധിമുട്ടിയെന്നും ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ താൻ ജോലി ചെയ്ത ഡേ കെയറിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അതുപോലെ തന്നെ അവിടെ കുറേയധികം പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ ഇത് കാരണം വന്നിട്ടുണ്ടായിരുന്നു. താൻ നിന്ന ജോലി വരെ, ആ സ്ഥലത്തെ ജോലി തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വഴിയും പൈസ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ വരെ തന്നെ പുറകിൽ നിന്ന് കുത്തി എന്നുള്ളൊരു കാര്യമാണ് നീരജ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്താണ് തൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. തൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ആദ്യമേ ഒരു തുടക്കത്തിൽ അങ്ങനെ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത്. പക്ഷേ ബാക്കി ഈ പറയുന്ന പോലെ ഒരു കാര്യം, എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങളെല്ലാവരും വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നീരജ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറേ മാസങ്ങളോളം ജോലിയൊന്നുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കുറേയധികം പേരെ ജോലി അറിയാവുന്നവരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതേ കണക്ക് താനാണെന്ന് അറിയുമ്പോഴത്തേന് ഇത് ജോലി അവസാനം വരെ വാഗ്ദാനം തന്നിട്ട് അവസാനം അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് UK-യിലുള്ള മലയാളീസ് എല്ലാം പല സ്ഥലത്തും ഇത് കണക്ക് എന്നെ കാണുമ്പോഴും അവിടെ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് അത് മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ട് ഞാൻ പറ്റിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എൻ്റെ ജോലി കളഞ്ഞു എന്നുള്ളൊരു കാര്യമൊക്കെ നീരജ പറയുന്നുണ്ട്. കുറേ മാസത്തോളം, ദിവസങ്ങളോളം ഈ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് അവസാനം തനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയേ എന്നുള്ളൊരു കാര്യം കൂടി നീരജ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെതിരെ ഇത് എന്നെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം
ഞാനങ്ങനെ ചതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തതെന്ന് തന്നെ പറഞ്ഞേനെ. ഒന്നും ചെയ്യാതെ ഇതുപോലത്തുള്ള രീതിയിൽ ആൾക്കാർ കുറ്റം പറയുക, എന്നെ വെച്ച് കുറേയധികം പേര് കളിയാക്കി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ പോലും ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇത്രയും മാത്രം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി ഞാനുണ്ടെങ്കിൽ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ ഇന്ന സഹായം വേണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ അതൊന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഇപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ നല്ല രീതിയിൽ നോക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കുറേയധികം ഈ സമയത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല ബന്ധുക്കളും അച്ഛനെയും അമ്മയും വിളിച്ച് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നീരജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പം ഞാൻ നല്ല രീതിയിൽ പോവുകയാണ്. പതിയെ പതിയെ ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഞാൻ പിന്നെയും പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് നീരജ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്.